ഹലോ ഗൈസ്, അപ്പോൾ കൃഷ്ണ കൈഡസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ 5 ടിപ്സ് ആൻഡ് ട്രിക്സുകളെ കുറിച്ചാണ്. 5 ടിപ്സ് ആൻഡ് ട്രിക്സുകളുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്കിതിലെ ഫസ്റ്റ് ടിപ്പ് അല്ലെങ്കിൽ ട്രിക്ക് എന്താണെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലെ റീൽ എങ്ങനെ സേവ് ചെയ്യാമെന്നാണ്. ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് സേവ് ചെയ്യാൻ രണ്ട് വേയ്സ് ഉണ്ട്. രണ്ട് വേയ്സ് എന്ന് പറയുമ്പോൾ ഓൾഡ് വെർഷനിലുള്ള ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് സേവ് ചെയ്യുന്നതും പുതിയ വെർഷനിലുള്ള ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് സേവ് ചെയ്യുന്നതും. അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റീലാണോ, നിങ്ങൾ സേവ് ചെയ്യേണ്ടത് ഏത് റീലാണോ ആ റീൽ എടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡിലുള്ള ഒരു ഷെയർ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഷെയർ ബട്ടൺ ജസ്റ്റ് ഒന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിനകത്ത് ആഡ് റീൽ ടു യുവർ സ്റ്റോറി എന്നൊരു ഓപ്ഷൻ വരും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ റീല് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരും. അത് നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് വെച്ച് കൊടുക്കാം. ആ ഗ്രേ കളറൊക്കെ ഫ്രണ്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് ക്രോപ്പ് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം മേളിൽ ഒരു ഡൗൺലോഡ് ബട്ടൺ വരും. അങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിലുള്ള 3 ഡോട്ട് കാണാൻ കഴിയും. ആ 3 ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞ് സേവ് ആവുന്നതാണ്. നിങ്ങളുടെ നെറ്റിന് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സേവ് ആവും. ഇനി നമുക്ക് ഇതിൻ്റെ പുതിയ വെർഷനിലുള്ള ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അതിനായി ഷെയർ ബട്ടൻ്റെ താഴെയുള്ള മോർ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് മോസ്റ്റ് ആൾക്കാർക്കും അറിയാവുന്ന ഒരു ട്രിക്ക് തന്നെയാണ്. പുതിയ വെർഷനിലുള്ള മോസ്റ്റ് ആൾക്കാർക്കും അറിയാവുന്ന ഒരു ട്രിക്ക് തന്നെയാണ് ഇങ്ങനെ റീൽ സേവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ട്രിക്ക് നോക്കാം. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളുടെ പോസ്റ്റോ സ്റ്റോറിയോ ഒന്നും നിങ്ങൾക്ക് കാണണ്ട എങ്കിൽ നിങ്ങൾ അവരെ അൺഫോളോ ചെയ്യും. അങ്ങനെ അൺഫോളോ ചെയ്താൽ അവർക്കത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ റീൽസോ പോസ്റ്റോ സ്റ്റോറിയോ ഒന്നും കാണണ്ടെങ്കിൽ അവർ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്റ്റോറിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം മ്യൂട്ട് ക്ലിക്ക് ചെയ്യുക. മ്യൂട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം മ്യൂട്ട് സ്റ്റോറി ആൻഡ് പോസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആ സ്റ്റോറി തന്നെ അവിടെ നിന്ന് പോകുന്നതാണ്. നിങ്ങൾക്കിനി ഏറ്റവും അവസാനം ചെന്ന് നോക്കിയാൽ ആ സ്റ്റോറി കാണാം. ഇനി നിങ്ങൾ ആ സ്റ്റോറിയോ അവരുടെ പോസ്റ്റോ എടുത്ത് നോക്കുന്നത് വരെ അവരുടെ സ്റ്റോറിയും പോസ്റ്റും നിങ്ങൾക്ക് കിട്ടുന്നതല്ല. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ട്രിക്ക് എന്താണെന്ന് നോക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്റ്റോറിയിലേക്ക് കൊളാഷ് ലെറ്റേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. കൊളാഷ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആനിമേറ്റഡ് ലെറ്റേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ ആനിമേറ്റഡ് ലെറ്റേഴ്സ് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പിക്ചറാണോ വീഡിയോ ആണോ എന്താണോ എടുക്കുക, അത് സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്ത് വയ്ക്കുക. അതിനകത്ത് ജിഫ് സെലക്ട് ചെയ്യുക. ജിഫ് സെലക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് കൊളാഷ് ലെറ്റേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ A to Z വരെയുള്ള എല്ലാ ആനിമേറ്റഡ് ലെറ്റേഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അതിൽ നിങ്ങൾക്ക് പേരോ വേറെ വല്ല വേർഡോ അങ്ങനെ എന്തുകൊണ്ടോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ അമൽ എന്നൊരു പേര് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ വെക്കാതെ അല്ല, നിങ്ങൾക്ക് ഈ ലെറ്റേഴ്സ് സൂം ചെയ്ത് വയ്ക്കുകയോ അങ്ങനെ അങ്ങോട്ടോ മാറ്റി വയ്ക്കുകയോ അങ്ങനെ എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്ന ട്രിക്ക് എന്ന് പറയുന്നത് ആക്റ്റീവ് സ്റ്റാറ്റസ് എങ്ങനെ ഓഫ് ചെയ്ത് വെക്കാമെന്നാണ്. ആക്റ്റീവ് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ചാറ്റോ പ്രൊഫൈലോ വേറെ ആരെങ്കിലും എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊരു പച്ച കളർ ലൈറ്റ് കാണാൻ കഴിയും. നിങ്ങൾ ഓൺലൈൻ ആണെങ്കിൽ ആ പച്ച കളർ ലൈറ്റ് എങ്ങനെ ഓഫ് ചെയ്ത് വയ്ക്കാമെന്നാണ്. അതിന് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്നെടുക്കുക. അതിനകത്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൈവസി ക്ലിക്ക് ചെയ്യുക. പ്രൈവസിക്കകത്ത് ആക്റ്റീവ് സ്റ്റാറ്റസ് എടുത്ത് ഓൺ ചെയ്യോ ഓഫ് ചെയ്യോ ചെയ്യാം. ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ വേറെ ആർക്കും നിങ്ങളുടെ ആക്റ്റീവ് സ്റ്റാറ്റസ് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ആരുടെയും ആക്റ്റീവ് സ്റ്റാറ്റസ് കാണാൻ പറ്റില്ല. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രിക്ക് എന്താണെന്ന് നോക്കാം. ലാസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരാൾ നമുക്ക് ഭയങ്കരമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മെസ്സേജ് എടുത്ത് കാണാനൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് നമ്മൾ കണ്ടാൽ അവരറിയാനും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ. അതിന് നിങ്ങൾ ആ മെസ്സേജ് അയക്കുന്ന ആൾ ഒന്നെടുക്കുക. നിങ്ങളുടെ മെസ്സേജ് എടുക്കുക. അതിനകത്ത് ആരാണോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് അവരുടെ പ്രൊഫൈൽ എടുക്കുക. ഞാനിവിടെ ഒരു മെസ്സേജ് അയക്കുന്ന ഒരാളുടെ ഇതെടുത്തു. അതിനുശേഷം അയാളുടെ പ്രൊഫൈൽ എടുത്തു. അതിനകത്ത് റെസ്ട്രിക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ റെസ്ട്രിക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അവരുടെ ആ പ്രൊഫൈൽ റെസ്ട്രിക്റ്റ് ആവുന്നതാണ്. ആ പ്രൊഫൈൽ അവിടെ റെസ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ
പിന്നെ അവരയക്കുന്ന മെസ്സേജസ് ഒന്നും നിങ്ങൾക്ക് അങ്ങനെ ഫ്രണ്ടിൽ വന്ന് കിടക്കില്ല. അതിനുവേണ്ടി നിങ്ങൾ അവരയക്കുമ്പോൾ റിക്വസ്റ്റ് എന്ന് മേളിൽ വരുന്നതാണ്. ആ റിക്വസ്റ്റിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ആൾ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും അയക്കാത്തതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്നില്ല. ആരെങ്കിലും അതിനകത്ത് മെസ്സേജ് അയക്കുകയാണെങ്കിൽ, ആ റെസ്ട്രിക്റ്റ് ചെയ്ത ആളതിനകത്ത് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ ഇതിനകത്ത് മെസ്സേജ് വരുന്നതാണ്. റിക്വസ്റ്റിനകത്താണ് മെസ്സേജ് കാണുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.